ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി വന്ന് കനകത്തിനോടും മോഹൻചേട്ടനോടും പറയുവാണ്, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്, ആദർശ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്ന്. മോള് വന്നതിന് ശേഷം ഈ വീടിനൊരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇങ്ങനൊരു തെറ്റ് കേട്ട് കഴിയുമ്പോൾ അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പല പെൺകുട്ടികളും പൊട്ടിത്തെറിക്കില്ലേ. മോളുടെ ഭാഗത്ത് നിന്ന് അതൊന്നും ഉണ്ടായില്ല. അതിന് കാരണം ആദർശ് മോനെ അത്രത്തോളം മോള് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണെന്ന കാര്യം ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുമ്പം, അതെ അച്ഛാ, ഇതിൻ്റെ പിന്നിൽ കളിച്ചവരെല്ലാം ഞാൻ ഉടനെ തന്നെ കണ്ടെത്തുമെന്നുള്ള കാര്യം നയന പറയോ. അതുവരെ അച്ഛനും അമ്മയും ആദർശേട്ടനെ കുറ്റം നിറഞ്ഞ കണ്ണുകളോടുകൂടി കാണരുതെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞ് നയന ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് വീട്ടിലേക്ക് വരുന്നത്. ആദർശാണ് DNA ടെസ്റ്റിൻ്റെ പേപ്പറൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആദർശ് ഇങ്ങ് വന്നപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുമല്ലേ. ആ സമയത്ത് അച്ഛനും അമ്മയും ഇപ്പോഴാണ് ചന്തുമോളെ കണ്ടത്, സത്യങ്ങളൊക്കെ അറിഞ്ഞതെന്നുള്ള കാര്യം നയന പറയാം. അതിലിവർ വിഷമിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ, നീ ഒന്ന് വന്നേന്നും പറഞ്ഞ് ആദർശ് നയനയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും മുത്തശ്ശിയും കൂടി ഇവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. കനകത്തിനാണെങ്കിൽ ഇത് അങ്ങോട്ട് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ, വല്ലാത്തൊരിതുപോലെ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അകത്ത് അബി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നവ്യം തൊട്ടരികിലുണ്ട്. അപ്പോൾ ആദർശ് കയറി ചെന്ന് ഇവനെ ദഹിപ്പിച്ച് നിന്നങ്ങ് നോക്കുവാണ് ഈ അബിയെ. അബി അന്നേരം കള്ളത്തരം കാണിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇട്ട് കറക്കി കുത്തിയൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പം നവ്യ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആദർശിനെയും ഒക്കെ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് നയനയെ വിളിച്ചുകൊണ്ട് ആദർശ് അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അവർ രണ്ടും മാത്രമായിട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ദേവയാനിയൊക്കെ ഇങ്ങനെ നോക്കുക എന്താ എന്നുള്ളൊരിത്. ഈ സമയത്ത് നമ്മുടെ നവ്യ അബിയോട്, അയാളെന്താ അങ്ങനെ നോക്കിയിട്ട് പോയത് എന്ന് ചോദിച്ചു അബിയോട്. ആർക്കറിയാം, എനിക്കങ്ങനെ അറിയാമെന്ന് അബി നവ്യയോട് ചോദിക്കുക. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അബിക്ക് മനസ്സിലായി ആദർശ് നോക്കിയത് എന്തോ പന്തികേടാണെന്നുള്ളത്. ആദർശാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നയനയും കൂട്ടിക്കൊണ്ട് നേരെ കയറിപ്പോയത് എങ്ങോട്ടാ, മുത്തശ്ശൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ മുത്തശ്ശ റൂമിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് നീ വന്നോ എന്ന് ചോദിച്ചു ആദർശനോട്. മുത്തശ്ശ, ഞാൻ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞില്ല. ആദ്യം ഞാൻ അറിഞ്ഞ സത്യം മുത്തശ്ശനോട് പറഞ്ഞിട്ട് ആകാമെന്ന് കരുതി മറ്റുള്ളവരെ അറിയിക്കുന്നത് എന്ന് ആദർശ് പറയാം. ഞാനിവിടെ നിന്ന് മാറി നിന്നതിൽ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ടാവും ഇവിടെയുള്ളവരിൽ പലരും. എന്നാൽ ഞാൻ പോയത് കിരണിനെ കാണാൻ വേണ്ടിയിട്ടാണെന്നും DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു എന്നുള്ള കാര്യം പറയുന്നു ആദർശ്. അപ്പോഴേക്കും നയനയ്ക്ക് ടെൻഷനായി, മുത്തശ്ശനും ടെൻഷനായി. എന്നിട്ടോ ആദർശ് ഏട്ടാന്ന് ചോദിച്ചു നയന. അപ്പോൾ എന്നിട്ട് എന്താ, നമ്മൾ പറഞ്ഞത് തന്നെയാ ശരി മുത്തശ്ശ, ചന്തുമോള് എൻ്റെ കുഞ്ഞല്ല എന്ന കാര്യം ആദർശ് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശനും ഇങ്ങനെ നയനയും ഇങ്ങനെ നോക്കാം. അപ്പോൾ അതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല മോനെ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആ കുഞ്ഞ് അഭിയുടേതാണെന്ന കാര്യം നമ്മുടെ ആദർശ് പറയുമ്പോഴേക്കും മുത്തശ്ശൻ്റെ അത്ഭുതം കാണണമായിരുന്നു. എന്നിട്ടൊരു ചിരിയായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ നയനയും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അന്നേരം മോനെ, അതിലെനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഈ ഒരു സംഭവം നടന്ന അന്ന് തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ അവൻ തന്നെയാണ് എന്നുള്ളത്. അത് മുത്തശ്ശൻ പറയുന്നത് കേട്ട് ആദർശ് വരെ അന്തം വിട്ടുപോയി DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേ. അപ്പോൾ പിന്നെ അവൻ്റെ അമ്മയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും അവൻ എൻ്റെ സ്വന്തം കൊച്ചുമോൻ തന്നെയാണ്. അങ്ങനെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അവൻ അബദ്ധം പറ്റിയാലും അത് ഈ കുടുംബത്തെ തന്നെയല്ലേ ബാധിക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷേ അവൻ്റെ തെറ്റ് ഞാൻ ചുമക്കേണ്ട ആവശ്യമുണ്ടോ മുത്തശ്ശ എന്ന് ആദർശ് ചോദിക്കുമ്പം, ഒന്ന് പതുക്കെ പറ മോനെ, ഇതാരും കേൾക്കണ്ട. അനഘയെ അബി ക്രൂരമായി വഞ്ചിച്ചതാണെന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ട് ആ കുട്ടി മരിക്കാറായപ്പോൾ ആ വീട്ടിൽ വേണ്ടാത്ത സീനുണ്ടാക്കിയതും അവനാ. അങ്ങനെയാണ് ആ ഫോട്ടോ അവളുടെ വീടിൻ്റെ ഭിത്തിയിൽ വന്നതെന്ന് മുത്തശ്ശൻ പറയുമ്പം അതാണ് സത്യമെന്ന് നയനയും പറഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാലോ മുത്തശ്ശ, അത് ഞാൻ ഉറപ്പിച്ചും കഴിഞ്ഞതാണ്. എന്നിട്ടും എന്തെല്ലാം പെർഫോമൻസാണ് അവൻ അവിടെയും ഇവിടെയൊക്കെ കിടന്ന് കാണിച്ചുകൊണ്ടത്. എന്നെ എത്ര ദിവസം ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പം, സാരമില്ല മുത്തശ്ശ, അവനെ പോലെ കൊലയാളികളുടെ മനസ്സുള്ള ഒരാൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് കൊണ്ടാണ് ഇന്ന് ചന്തുമോള് ജീവിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു. പിന്നെ മറിച്ച് ചന്തുമോൾ അവൻ്റെ കുട്ടിയാണ് എന്നൊരു തോന്നൽ അവനുണ്ടായാൽ ഉറപ്പായിട്ടും അവൻ ആ കുഞ്ഞിനെ കൊന്നേനെ എന്ന കാര്യവും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ നയനയൊക്കെ പേടിച്ചിങ്ങനെ നിൽക്കും. ഇനിയും അത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മോനെ, നമ്മളത് നോക്കി വേണം നിൽക്കാൻ. ചന്തുമോൾ നിൻ്റെ കുട്ടിയാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ ഒരിക്കലും അവൻ ആ കുഞ്ഞിനെ സ്നേഹിക്കില്ല. ഇപ്പോഴും അവൻ ആ കുഞ്ഞിനോട് സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അച്ഛാ. കുഞ്ഞിനെ കാണുമ്പോൾ മുഖം തിരിച്ച് തന്നെയാണ് അവൻ പോകുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞു നയന. മോനെ, നീ ആ കുഞ്ഞിൻ്റെ മുന്നിൽ മുഖം തിരിക്കരുത് എന്ന് മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തു. ആ കുഞ്ഞ് നയനമോളെയാണ് അമ്മയായിട്ട് കാണുന്നതെന്നും അതുകൊണ്ട് നീ ഇനി ചന്തുമോളുടെ അച്ഛനാകണമെന്ന കാര്യമൊക്കെ പറഞ്ഞു. അതെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷെ എൻ്റെ ഭാഗത്തെ നിരപരാധിത്വം അതെല്ലാവരും എനിക്ക് അറിയിച്ചേ പറ്റൂ എന്നുള്ള കാര്യം ആദർശ് പറഞ്ഞു.
അപ്പോൾ ഇന്നൊരു നല്ല ദിവസമല്ലേ, എൻ്റെ അച്ഛനും അമ്മയും ഈ ഒരു സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിലും നവ്യേച്ചി വളരെ സന്തോഷത്തിൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ചന്തുമോൾ അബിയുടെ കുട്ടിയാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും ചേച്ചി ഉറപ്പായും ഇവിടെ നിൽക്കില്ല, ഇവിടെ നിന്ന് പോയിരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു നയന. കുഞ്ഞിനെയും കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ചേച്ചി ഇവിടെ നിന്ന് പടി ഇറങ്ങുമെന്ന്, അതോടുകൂടി ആ ബന്ധം അവസാനിക്കും എന്നൊക്കെ നയന പറയുമ്പോൾ അതൊക്കെ ശരിയാ. പിന്നെ ചന്തുമോൾ ഇവിടെയുള്ളത് ഞങ്ങൾക്ക് ഒരു ആശ്വാസമാണ്, ആ ഒരു ആശ്വാസം മോനായിട്ട് തള്ളി കിടത്തരുതെന്ന് മുത്തശ്ശൻ ആദർശനോട് പറഞ്ഞു. അങ്ങനെ ആദർശനെ ഇത് ചുമക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക ഭാര്യയും അതുപോലെ തന്നെ മുത്തശ്ശനും കൂടെ. അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ അല്ലെങ്കിൽ ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചി ഉറപ്പായിട്ടും ആത്മഹത്യയിലേക്ക് ആത്മഹത്യ ചെയ്യും. ആ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പ്രവൃത്തിയൊന്നും ചെയ്യലേ ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പറയാം. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാം, പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് നേരെ ആദർശ് പറഞ്ഞു. ഇപ്പതാ അവൻ അഹങ്കരിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? അവൻ മാത്രമല്ല അവൻ്റെ അമ്മയും. അതിവിടെ തീരണം മുത്തശ്ശ, ഇവിടെ അവസാനിക്കണം അവരുടെ അഹങ്കാരം എന്ന് പറഞ്ഞു. പിന്നെ മുത്തശ്ശൻ പറഞ്ഞാൽ എന്തും ഞാൻ കേൾക്കും, പക്ഷേ ഈ ഒരു കാര്യം അതെനിക്ക് വയ്യ മുത്തശ്ശ, അതുകൊണ്ട് ഇതെല്ലാവരെയും അറിയിച്ചേ പറ്റുമോ എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു. അന്നേരത്തേക്ക് മുത്തശ്ശൻ്റെ ചങ്കില വേദന വന്നു, ചങ്കും തിരുമ്മിയും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അയ്യോ മുത്തശ്ശ എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും കൂടെ ഓടിച്ചെന്ന് അങ്ങോട്ട് ഇരുന്നു. ഇതുവരെ ഞാൻ പറയുന്നത് എന്തും നീ അനുസരിച്ചിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള നീ ഇതും അനുസരിക്കണമെന്നും മുത്തശ്ശൻ പറഞ്ഞു. ചന്തുമോൾ ഒരു പാവം കുഞ്ഞാണെന്നും ഇന്ന് ആ കുഞ്ഞ് അബിയുടേതാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്നുള്ള കാര്യം മുത്തശ്ശൻ ആദർശനോട് പറയുന്നു. അങ്ങനെ ആദർശനെ ആകെ ധർമ്മസങ്കടത്തിലാക്കി വെച്ചിരിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ DNA ടെസ്റ്റും നടത്തിയതൊക്കെ വെറുതെ ആയതുപോലെയായി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തവൻ ഇനിയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും കണ്ണു മൂടിക്കെട്ടിട്ട് ആ ദുഷ്കർമ്മം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് മുത്തശ്ശന് വേണ്ടി മോളുടെ ചേച്ചിക്ക് വേണ്ടി മോൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. മുത്തശ്ശ എന്നും പറഞ്ഞ് ആദർശ് വിളിക്കുമ്പം മുത്തശ്ശൻ്റെ വാക്കിനേക്കാളും വലുതാണ് ആദർശേട്ടൻ്റെ ആത്മാഭിമാനമെന്ന് നയനെ അന്നേരം ആദർശനോട് ചോദിക്കാം. ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ലേ, അത് പോരെ ആദർശേട്ടൻ എന്ന് നയനെ ആദർശനോട് ചോദിക്കുമ്പം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ ഇരിക്കുക. പിന്നെ നിക്കക്കള്ളി ഇല്ലാതെ വന്നാൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നുള്ള കാര്യം മുത്തശ്ശൻ ആദർശനോട് പറഞ്ഞു. നിനക്കറിയാമല്ലോ, മോളുടെ അമ്മ കോമ സ്റ്റേജിൽ കിടക്കുമ്പോൾ പോലും അവളുടെ ഹൃദയം തുടിക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം. അതുകൊണ്ട് ചന്തുമോൾ ഇവിടേക്ക് വന്ന ഒരു ദിവസത്തെ കാഴ്ചകളൊന്നും കണ്ടു നിൽക്കുന്നവർക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. പിന്നെ ആ ഒരു കാഴ്ച കണ്ട എൻ്റെ മനസ്സലിഞ്ഞെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന എൻ്റെ കൊച്ചുമോന് ആ ഒരു സഹാനുഭൂതി ആ കുഞ്ഞിനോട് ഉണ്ടാവണം, അത് വേണം എന്ന് മുത്തശ്ശൻ തറപ്പിച്ച് എന്നെ ആദർശനോട് പറയുന്നു. അപ്പോൾ ശരി, ഞാനായിട്ട് ഇനി ആരോടും പറയുന്നില്ല, മുത്തശ്ശന് വേണ്ടി ഞാൻ ആരോടും പറയുന്നില്ലെന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ എല്ലാം തലയിലേറ്റി അങ്ങ് പോവുകയാണ്. നയനയും കൂടെ പോയി. മുത്തശ്ശൻ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന താഴെ എല്ലാവരും കൂടെ എങ്ങനെ ഇരിക്കും. അപ്പോൾ കുഞ്ഞിനെ നവ്യാനി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നവ്യ ഭർത്താവ് നല്ലവനാണെന്നുള്ള ആ തെറ്റിദ്ധാരണയിൽ അവിടെ നിന്ന് വലിയ ഡയലോഗൊക്കെ അടിക്കും. അയാൾ ഇതുവരെ തലയുയർത്തി പിടിച്ചാണ് നിന്നിട്ടുള്ളത്, പക്ഷെ ഇപ്പോൾ അതല്ല അവസ്ഥ. എല്ലാവരെയും കൂടി കണ്ടപ്പോൾ ആരെയും ഫേസ് ചെയ്യാൻ വയ്യ അയാൾക്കെന്നൊക്കെ നവ്യ പറയാം. അതുകൊണ്ടാണ് മാറി നിന്നതെന്നും ഇവിടേക്ക് വന്നപ്പോഴും ഒളിച്ചോടിയതും അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു നവ്യ. അപ്പം അങ്ങനെ വരാനേ വഴിയുള്ളൂ എന്ന് ജലജ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നയനയും ആദർശും കൂടി ഇറങ്ങി വരുന്നു. അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അബിയും നവ്യയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. യാതൊരു കൂസലും ഇല്ലാതെ നമ്മുടെ ആദർശ് ഇറങ്ങി വരുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനെ ചുറ്റിന് നിൽക്കുക ആദർശിൻ്റെയും ഒക്കെ എടുത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴേ ഒളിച്ചോടിപ്പോയത് ഒട്ടും ശരിയായില്ല ആദർശേ എന്ന് ജലജ അവിടെ നിന്ന് പറയുന്നു. ആ സമയത്ത് ഞാൻ ഒളിച്ചോടിപ്പോയതൊന്നുമല്ല, ഒന്ന് മാറി നിന്നതാണെന്ന് പറഞ്ഞു ആദർശേ. അപ്പം നവ്യ അബിയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ഇനിയിപ്പോൾ ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ പോകാൻ നിനക്കൊരു മടിയായിരിക്കുമല്ലോ അല്ലേ എന്ന് ജലജ കളിയാക്കി ചോദിക്കുന്നു. കാരണം ആൾക്കാരെ നിന്നെ ചോദ്യം കൊണ്ട് മൂടുമല്ലോ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്നെ എൻ്റെ ഭാര്യയ്ക്കും മുത്തശ്ശനും വിശ്വാസമാണ്, എനിക്ക് അത്രയും മതി എന്ന് ആദർശ് അന്നേരം പറഞ്ഞു. ഗോവിന്ദേട്ടനും കനക ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ആ സമയത്ത് അവിടെ ദേവയാനിയുടെ മുഖത്തും ആകെ ഒരു വിഷമം. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ ഈ നവ്യ. അപ്പം മോനൊന്ന് വന്നേ എന്നും പറഞ്ഞ് ഗോവിന്ദേട്ടൻ ആദർശനെ വിളിക്കുമ്പം ഞാൻ എല്ലാ അച്ഛനോട് പറഞ്ഞല്ലേ അച്ഛാ, എങ്കിലും എനിക്ക് മോനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ. അപ്പോൾ അങ്ങനത്തെ ആദർശും ഗോവിന്ദേട്ടനും കൂടി അങ്ങോട്ടേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ ഇരിക്കുക. അപ്പോൾ കനകമാണെങ്കിൽ ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അപ്പോൾ നയന അടുത്തേക്ക് ചെന്നു. അമ്മ എന്നും പറഞ്ഞു വിളിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ നവ്യയ്ക്കും അമ്മ കരയുന്ന കണ്ടപ്പോൾ സങ്കടം. അപ്പോൾ നയനയുടെ കയ്യെ പിടിച്ചിട്ട് എന്നാലും ആദർശമോൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയില്ലല്ലോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കനകം ഭയങ്കര കരച്ചിലാണ്. ഇവിടെ ആരും ഇങ്ങനെ ഒന്നും കരുതിയിട്ടില്ല എന്നും പറഞ്ഞ് ജാനകി അത് ഏറ്റുപിടിച്ചു.
അമ്മ കൂടുതൽ സംസാരിക്കണ്ടെന്ന് അനി അന്നേരം പറഞ്ഞു. ഒരു കാരണവശാലും ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു അനി. പിന്നെന്താ അവൻ നിഷേധിക്കാത്തതെന്ന് ജാനകി ചോദിക്കാം. അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കുമെന്ന് അജയൻ പറഞ്ഞു. ആ കാരണം എന്താണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ തെളിവ് വെച്ചാ എന്ന് അനി പറഞ്ഞു. അപ്പോൾ എൻ്റെ മോനെയാണല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവൻ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നവനാണ്, കൊള്ളരുതാത്തവനാണ്, എന്തൊക്കെയാണ് അവനെപ്പറ്റി നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അതെല്ലാം കേട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കനകം. എന്നിട്ട് ഇപ്പം അവൻ പോലും ചെയ്യാത്ത പ്രവർത്തികളെ ഇവൻ ചെയ്തു വെച്ചിരിക്കുന്നത് മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ MD എന്നും പറഞ്ഞുകൊണ്ട് ജലജ. അപ്പോൾ ആരോടും ഒന്നും പറയാൻ പറ്റാതെ നയന ഇങ്ങനെ ഇതെല്ലാം കേട്ട് സഹിച്ചു ഇങ്ങനെ അവിടെ നിൽക്കുക. സമയത്ത് പുറത്ത് പോയിട്ട് എന്താ മോനെ ഇതൊക്കെയെന്ന് ആദർശിനോട് ഗോവിന്ദേട്ടൻ ചോദിക്കുക. ദേ നവ്യമോളുടെ പ്രസവം കഴിഞ്ഞു, അഭിയാണെന്നുണ്ടെങ്കിൽ മോളെ ഇപ്പം നന്നായിട്ട് സ്നേഹിക്കുന്നുമുണ്ട്, ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ആദർശനോട്. അപ്പം മോനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ ഉണ്ടായിരിക്കുന്നത്, അറിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഗോവിന്ദേട്ടൻ. മോൻ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്തിനാ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത് എന്നൊക്കെ ഗോവിന്ദേട്ടൻ ചോദിക്കുക കേട്ടോ. ആദർശം ഒന്നും മിണ്ടാത്തതെല്ലാം നിന്ന് കേൾക്കാം. എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടല്ല മോനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. എന്നാൽ നവ്യെ പെണ്ണാലോചിച്ച് മോൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നല്ലോ, ഒരു കുഞ്ഞുള്ളപ്പോൾ അതെന്തിനായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അച്ഛാ ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല എന്ന് ആദർശ് പറഞ്ഞു. വിവാഹത്തിന് മുൻപ് ആദർശിനൊരു കുഞ്ഞുള്ള കാര്യം മറച്ചു വെച്ചെങ്കിൽ അത് അങ്ങേയറ്റം ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ് മോനെ എന്നൊക്കെ ഗോവിന്ദേട്ടൻ പറഞ്ഞു. അതും ആദർശിനെ പോലെ ഒരാളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും നയന ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരിക. അപ്പോൾ ആദർശം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അച്ഛൻ ഒരു കാരണവശാലും ആദർശനെ കുറ്റപ്പെടുത്തരുതെന്ന് നയന പറഞ്ഞപ്പോൾ, എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും മോളെ, ആദർശി ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അച്ഛൻ മോളോട് ചോദിക്കുക. നീ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു മോളെ എന്നൊക്കെ ചോദിക്കുമ്പം അതാണ് അച്ഛൻ ചിന്തിക്കേണ്ടത്. ഈ ഒരു സംഭവം ആദർശേട്ടൻ ആദ്യം വന്ന് പറയുന്നതേ എന്നോടാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ആദർശ് ഇങ്ങനെ ഞെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ നയന ആദർശിനെ രക്ഷിക്കാൻ നോക്കുന്നു, മൊത്തത്തിൽ രക്ഷിക്കാൻ പറ്റുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് ആദർശേട്ടൻ നടന്നതൊക്കെ എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. ആദർശ് വരെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരാൾ കുറ്റസമ്മതം നടത്തിയ മറ്റുള്ളവർ പിന്നെ അദ്ദേഹത്തിന് ശിക്ഷിക്കേണ്ട കാര്യമുണ്ട് അച്ഛാന്ന് ചോദിച്ചു. അപ്പം മോളെ നിനക്ക് മാത്രമേ ഈ ലോകത്ത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നേരത്തെ എന്നും പറഞ്ഞു ഗോവിന്ദേട്ടൻ. മറ്റേത് പെൺകുട്ടികളാണെങ്കിലും ഇതറിഞ്ഞ് അന്ന് തന്നെ ഈ വീടിൻ്റെ പടി ഇറങ്ങി പോയേനെ എന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ആദർശിന് വേണ്ടി നയന സംസാരിക്കുന്നു. ആദർശിൽ നിന്ന് ഉരുകി തീർന്നുകൊണ്ടിരിക്കുക. അച്ഛാ ഒരു കാരണവശാലും ചന്തമോളുടെ കാര്യം പറഞ്ഞ് ആരും ആദർശേട്ടനെ വേദനിപ്പിക്കരുത് എന്ന് നയന പറയുന്നു. അങ്ങനെ അച്ഛനോട് നയന എല്ലാം പറയുകയാണ്. ചന്തമോള് ഈ വീട്ടിലേക്ക് വന്ന അത് മുതൽ ഞാൻ മോളെ സ്നേഹിച്ച് തുടങ്ങിയതാണെന്നും എൻ്റെ മോളായിട്ട് തന്നെ ഞാൻ ആ കുഞ്ഞിനെ കരുതുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലും അവൾ തന്നെയായിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി. ചന്തമോൾ ഇനി എൻ്റെ മോളായിട്ട് ഇവിടെ തന്നെ വളരുമെന്നുള്ള കാര്യമൊക്കെ നയന പറയണു. അതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുമോ ഇവരെല്ലാവരും. മോൾക്കിനി ഒരു അച്ഛനുണ്ട്, അമ്മയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിയുടെ അച്ഛൻ ആദർശാണ്, പക്ഷെ മോൾ ആ കുട്ടിയുടെ സ്വന്തം അമ്മയല്ലല്ലോ മോളെ എന്ന് ഗോവിന്ദേട്ടൻ. അത് കേട്ടപ്പോൾ പക്ഷേ ഞാൻ സ്വന്തം ഒന്ന് കരുതി അച്ഛാ മോളെ സ്നേഹിക്കുന്നതെന്ന് നയന പറയാം. ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങളുടെ മോളെയും കൊച്ചുമോനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അതൊക്കെ ക്ഷണനേരത്തിൽ ഇല്ലാതായല്ലോ എന്ന് ഗോവിന്ദേട്ടൻ പറയുവാണ്. അതൊക്കെ കേട്ട് നയന വിഷമിച്ച് നിൽക്കുന്നു. നിങ്ങളുടെയൊക്കെ സംസാരത്തിൽ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കും കനകയ്ക്കും നേരത്തെ തന്നെ മനസ്സിലായതാണെന്നും എന്നാൽ അപ്പോഴും ആദർശ തെറ്റ് ചെയ്ത് കാണും എന്നൊരിക്കലും ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. എൻ്റെ മോള് ഒരു പക്ഷേ ആദർശിൻ്റെ എല്ലാ തെറ്റുകളും പുറത്ത് കാണും, എങ്കിലും ആരെയും വേദനിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്ന എൻ്റെ നയന മോളോട് ആദർശ് ചെയ്തത് വലിയ ചതിയായി പോയി എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദേട്ടൻ പറയാം. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ആദർശ് ഇപ്പോൾ പറയണം എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കരഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ അകത്തേക്ക് കയറിപ്പോയി. ഗോവിന്ദേട്ടൻ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ആദർശിന് ദേഷ്യം വന്നിട്ട് പാടില്ല. ആദർശ് ഇങ്ങനെ ആകെ കൈവിട്ട് പോയ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അവിടെ. അപ്പോഴേക്കും നയന ചെന്നിട്ട് ആദർശേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു. എടി ഒരുത്തൻ്റെ വിഴുപ്പ് ചുമക്കേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് നടന്നത് ആരോടും പറയണ്ടെന്ന് നീ ഇപ്പോൾ പറയുന്നത്? അറ്റ്ലീസ്റ്റ് നിന്റെ അച്ഛനോടും അമ്മയോടെങ്കിലും നടന്നത് പറയണ്ടേ എന്ന് ആദർശ് ചോദിച്ചു. തൽക്കാലം വേണ്ട ആദർശേട്ടാ എന്ന് നയന ഭയങ്കര പതിവ്രത ചമഞ്ഞങ്ങനെ നിന്ന് പറയാം. മുത്തശ്ശൻ്റെ ഈ ഒരവസ്ഥ ആദർശേട്ടൻ കണ്ടതല്ലേ, അതുമാത്രമല്ല ചന്തുമോളാണെങ്കിൽ ആകെ ഭയന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറയുന്നു.
അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിയെ കൂടി നമ്മൾ വേദനിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ആദർശന് ദേഷ്യവും വരുന്നുണ്ട്. എല്ലാ സത്യങ്ങളും നമുക്കറിയാവുന്നതാണല്ലോ ആദർശേട്ടാ, അതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ കൂടെ തന്നെ നിൽക്കുന്നില്ലേ, പിന്നെന്താ കുഴപ്പം? പിന്നെ ആരെ ആദർശേട്ടൻ പേടിക്കുന്നത്? ആരെ പേടിക്കാനാന്നൊക്കെ ചോദിച്ചു. എന്നാലും തെറ്റ് ചെയ്യാതെ ഒരു കുറ്റവാളിയെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുന്നത് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് നയനെന്ന് പറയുമ്പോൾ ഇവിടെ ആദർശേട്ടൻ സത്യങ്ങൾ വെളിപ്പെടുത്തിയാൽ മുത്തശ്ശൻ പറഞ്ഞത് അതേപടി തന്നെ നടന്നിരിക്കുമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണെന്ന് നയന ആദർശനോട് പറഞ്ഞു. കൂടപ്പിറപ്പുകളോടും കുടുംബത്തിലുള്ളവരോടും ഒരു തരി സ്നേഹവും നന്ദിയില്ലാത്ത ആ ഒരു അഭി ചന്തുമോളെ കൊല്ലാൻ പോലും മടിക്കില്ല ആദർശേട്ടാ, അതുകൊണ്ട് ആദർശേട്ടനൊന്ന് സഹിക്കാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി നമ്മുടെ മുത്തശ്ശനോട് എന്ന് ഇദ്ദേഹം കണ്ടില്ലേ ഗോവിന്ദനും കനകയും ആകെ തകർന്ന മട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ വസുന്ധരെ. ആദർശിന്ന് ഭാര്യ വീട്ടിൽ വരാതിരുന്നത് മോനൊരു വലിയ സത്യം അറിയാൻ പോയതുകൊണ്ടാണെന്ന് പറഞ്ഞു. നമ്മൾക്ക് എന്തോരം സ്വത്തുണ്ട്, എല്ലാം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ നമുക്ക് പറ്റിയ കൂട്ടുകാരും അല്ലെങ്കിൽ അറിയാവുന്നവരൊക്കെ ഫോറൻസിക് ലാബിലുണ്ടല്ലോ. അപ്പോൾ ചന്തുമോൾ ആരുടെ കുഞ്ഞാണെന്നുള്ളത് ആദർശ് ഒരു ടെസ്റ്റ് നടത്തി, റിസൾട്ടും വന്നു. കുഞ്ഞ് ആദർശിൻ്റേതല്ല അഭിയുടേതാണെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുമ്പോഴത്തേക്ക് മുത്തശ്ശി നടുങ്ങിപ്പോയി. അയ്യോ, ഞാൻ എന്തായി കേൾക്കണേ എന്ന് മുത്തശ്ശി. അതിലെനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്നുള്ളത്. അപ്പം എല്ലാം ചെയ്തത് അഭിയാണോ എന്ന് മുത്തശ്ശനോട് ചോദിക്കുമ്പം അതെ. അതിനിടയിൽ അവൻ ഒരുപാട് നാടകങ്ങൾ നടത്തി. ആ മരണ വീട്ടിൽ ഒരുപാട് നാടകങ്ങളും അരങ്ങേറി. അതിൻ്റെയൊക്കെ ഫലമാണിതെന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുമെങ്കിൽ പിന്നെ ഈ സത്യം എല്ലാവരോടും പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോൾ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് മുത്തശ്ശൻ പറയാം. ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം നയന ആദർശനൊപ്പം നിൽക്കുകയായിരുന്നു. എന്നാൽ അഭിയാണ് തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞാൽ ഗോവിന്ദനും കനകയ്ക്കും ഒപ്പം കുഞ്ഞിനെയും കൊണ്ട് നവി ഇന്ന് തന്നെ വീട്ടിലേക്ക് പടിയിറങ്ങുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ മുത്തശ്ശൻ പറയും നമ്മളായിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. കുടുംബത്തിനകത്ത് നടക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുക, അതിലേക്കൊന്നും പോവാത്തതാണ് നല്ലത് എന്ന്. എന്നാലും ആദർശിനെ എല്ലാവരും ഇങ്ങനെ പഴിക്കുമ്പം അവന് പിടിച്ചു നിൽക്കാൻ പ്രയാസമാവില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോൾ അവൻ ആദ്യം റിസൾട്ട് വായി വന്നത് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ എൻ്റെയും നയനിമോളുടെയും ഉപദേശം കാരണമാണ് അവൻ ആരോടും ഒന്നും പറയാതിരുന്നതെന്നും അതുകൊണ്ടിനി ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്നൊരിക്കലും അവൻ ആരോടും പറയില്ല. നയനമോള് കുഞ്ഞിൻ്റെ അമ്മയായതുപോലെ അവൻ അച്ഛനാവാനുള്ള സാധ്യതകൾ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. പിന്നെ ത്യാഗം ചെയ്യുന്നവനെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും, സുഖത്തിന് പിന്നാലെ പോകുന്നവനും അല്ലെങ്കിൽ കള്ളം പറയുന്നവനും ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വന്നത്. അപ്പോൾ മോൾ എന്ത് പണിയാണ് കാണിച്ചത്? അവർ വന്നപ്പോൾ തന്നെ എല്ലാം എന്തിനാ എടുത്തടിച്ചതുപോലെ പറഞ്ഞത്? അത് പിന്നെ മനഃപൂർവ്വം തന്നെ ഞാൻ പറഞ്ഞതാ മുത്തശ്ശ, അച്ഛനും അമ്മയും ഇനി അത് അറിയാതിരിക്കരുതെന്ന് തോന്നി. അല്ലെങ്കിൽ ഇത് വെച്ച് അബിയും അവൻ്റെ അമ്മയും ഒക്കെ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യം പറയാം നയന. പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് അബി ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് ചില്ലറയൊന്നും അല്ല അടിച്ചു മാറ്റിയിട്ടുള്ളതെന്നുള്ള കാര്യവും ഞാൻ ഇങ്ങനെ മുത്തശ്ശനോട് പറയാം. അവൻ്റെ കരണടിച്ച് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന കാര്യം മുത്തശ്ശി അന്നേരം അവിടെ നിന്ന് പറയാം. അവനെ കരണത്തടിക്കുകയല്ല, അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ട സമയമാണ് കഴിഞ്ഞതെന്നുള്ള കാര്യം മുത്തശ്ശൻ അന്നേരം പറയാം. പിന്നെ മോള് പറഞ്ഞതുപോലെ മോളുടെ ചേച്ചി സന്തോഷത്തിലാണെന്നും നവ്യയുടെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അവൻ, ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തേ പറ്റുമെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശനും ഇങ്ങനെ അന്നേരം പറഞ്ഞു കേട്ടോ. പിന്നെ മോളല്ല മോളുടെ അച്ഛനോടും അമ്മയോടും തുറന്നു പറഞ്ഞത് ഒരു ബ്ലാക്ക്മെയിലിനെ ഭയന്നിട്ടാണെങ്കിൽ ഞാനതിനെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഗോവിന്ദന് ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളാണെന്നും അതുകൊണ്ട് അയാൾക്ക് പരമാവധി ആശ്വാസം കൊടുക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാലും അച്ഛനെ ആശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് നയന പറയാം. അബി ഇപ്പം ചേച്ചിയും കുഞ്ഞിനെയും സ്നേഹിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവർ രണ്ടുപേരുമെന്നും പിന്നെ ഇനിയിപ്പോൾ ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഇതിലും വേദനയായിരിക്കും എന്നുള്ള കാര്യവും പറഞ്ഞു കേട്ടോ നയന. പക്ഷേ അബിയെ ഇങ്ങനെ കയറൂരി വിടുന്നത് ശരിയല്ല മോളെ, പിടിച്ച് കെട്ടണം അവനെ എന്ന് പറയുമ്പോൾ അവനെ 2 ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കാമെന്ന് പറഞ്ഞതാണ്. ഇനി എന്തായാലും അത് ഉണ്ടാവില്ല, നമ്മുടെ ട്രസ്റ്റിങ്ങിൽ നിന്ന് തന്നെ എൻ്റെ പുറത്താക്കാൻ തന്നെ എൻ്റെ തീരുമാനമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഞാൻ ഉടനെ ഒന്നും ചെയ്യില്ല, ആദർശും ഞാനും തമ്മിൽ അതിനൊരു ധാരണ ഉണ്ടാക്കുമെന്നും അപ്പോൾ അനാഥ ബാല്യങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ വളർത്താം, പക്ഷേ അവർ തിരിച്ച് നമ്മളോട് നന്ദി കാണിക്കും. എന്നാൽ ജലജ എന്ന മകൾ നമുക്ക് ഇന്നും തന്നിട്ടുള്ളത് വേദനകൾ മാത്രമാണെന്ന കാര്യം മുത്തശ്ശൻ ഇന്ന് പറഞ്ഞു. അവളുടെ മകനും അങ്ങനെ തന്നെയാണെന്നും അങ്ങനെ അബിയെ ഇപ്പം അനന്തപുരിയിലെ എല്ലാ സ്വത്തുക്കളിൽ നിന്നും എല്ലാ അവകാശങ്ങളിൽ നിന്നും പുറത്തെറിയുകയാണ് മുത്തശ്ശൻ. എന്തായാലും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി മുത്തശ്ശ എന്ന് നയന പറഞ്ഞു. അയ്യോ, ഒന്നും കഴിക്കാതെ അവർ പോയോ? അവർ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ മുത്തശ്ശി എന്ന് ചോദിച്ചുകൊണ്ട് നയനെ അവിടെ നിന്ന് പോയി. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ
മുത്തശ്ശിയും കൂടെ ആദർശിനെ പറ്റി ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ നയനമോളും അതുപോലെ എല്ലാവരും അനിയും ജയനും അജയനും എല്ലാവരും ആദർശ് മോനെ വിശ്വസിച്ചാൽ നിന്നത്. എന്നാൽ നമ്മുടെ അത്രയും പക്വത കനകയ്ക്കും ഗോവിന്ദനും ഉണ്ടാകണമെന്നില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശ് ഇങ്ങനെ ആകെ തകർന്നടിഞ്ഞ് അവിടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.